ഇതാണ് കോളനിക്കോട്ട. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് ഈ കോളനിക്കോട്ട നരകതുല്യമായിരുന്നു. ഈ കോളനിക്കോട്ടയുടെ പ്രിയപ്പെട്ടവരായിരുന്നു സാവിത്രിയും വർക്കിയും. ജാതിയും മതവും നോക്കാതെ പ്രണയിച്ച് കോളനിയിൽ അഭയം തേടിയ സാവിത്രിയും വർക്കിയും സന്തോഷഭരിതമായിരുന്നു അവരുടെ ജീവിതം. എന്നാൽ വിധിയുടെ വിളയാട്ടം പോലെ ആ സന്തോഷം അധികകാലം എന്തായിരുന്നു ആ ഓൾഡ് സ്റ്റോറി? ആരാണ് ഈ സാവിത്രിയും വർക്കിയും? എന്തായിരുന്നു ആ സംഭവം? 15 വർഷങ്ങൾക്ക് മുമ്പ് കോളനിക്കോട്ട ഒരു സ്വർഗമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അധികാര കസേരകൾക്ക് വേണ്ടി കോളനിക്ക് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ രക്തസാക്ഷികളെ MLA ഈ കോളനിക്ക് സമ്മാനിച്ചു. ക്രിസ്റ്റി എന്ന നരിയും അവൻ്റെ അനുജനും ചേർന്ന് ആദ്യത്തെ നരനായാട്ടി. തനിക്കെതിരെ ഇലക്ഷന് നിൽക്കുമെന്ന് വന്നപ്പോൾ ആദ്യമായി സത്യസന്ധനും കർമ്മനിരതനുമായ സുനിലിനെ നിഷ്കരണം കൊലപ്പെടുത്തി. തുടർന്നങ്ങോട്ട് കൊലപാതകങ്ങളുടെ പരമ്പരയായിരുന്നു. ആദ്യ ഇര സുനിലും പിന്നീട് കോളനിയിലെ വർക്കിയുടെ പൂർണ്ണ ഗർഭിണിയായ സാവിത്രിയെയും കൊലപ്പെടുത്തി. സാവിത്രിയും വർക്കിയും യാത്രയായത് കോളനിക്ക് 3 അനാഥ മക്കളെ തന്നിട്ടായിരുന്നു. അവരാണ് ഡാനി, മീനു, നീതു. വർക്കിയുടെയും സാവിത്രിയുടെയും മരണത്തിന് ശേഷം ആ 3 കുഞ്ഞുങ്ങളെയും വളർത്തിയത് കോളനിയിലെ മോളിയമ്മയായിരുന്നു. അധർമ്മം എല്ലാ കാലവും നിലനിന്നു പോകില്ല എന്നുള്ളത് സത്യം തന്നെ. കാരണം ക്രിസ്റ്റിയുടെയും സ്റ്റാർലിയുടെയും അനുജത്തിക്കുട്ടി കോളനിയിലെ ജിജോ എന്ന പയ്യനുമായി ഇഷ്ടത്തിലാവുകയും ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് വീണ്ടും കോളനിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു.